Good morning, all of you. Once again, welcome back. മാർജിനൽ കോസ്റ്റിങ്ങും അതുപോലെ ഡിസിഷൻ മേക്കിങ്ങും, അതായത് മാർജിനൽ കോസ്റ്റ് ഉപയോഗപ്പെടുത്തി കോൺട്രിബ്യൂഷൻ കണ്ടെത്തിയിട്ട് അത് ഉപയോഗപ്പെടുത്തി ബിസിനസ്സിൽ എങ്ങനെയൊക്കെ തീരുമാനങ്ങൾ എടുക്കുമെന്നുള്ള ആ ഒരു ഭാഗത്ത് 3 കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നാലാമത്തതായിട്ടുള്ള മേക്ക് ഓർ ബൈ ഡിസിഷൻ, അതാണ് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. മേക്ക് ഓർ ബൈ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, നമ്മൾ നിർമ്മിക്കുക ഓർ ബൈ, അതായത് വാങ്ങുക. കമ്പനിയിൽ തന്നെ നിർമ്മിക്കുന്നതാണോ പുറമേയുള്ള മറ്റൊരു പാർട്ടിക്ക് പുറം കരാർ കൊടുക്കുന്നതാണോ ലാഭം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കുന്ന ഒരു രീതി ഈ ഒരു മാർജിനൽ കോസ്റ്റിംഗ് അനാലിസിസ് തന്നെയാണ്. അതായത് മാർജിനൽ കോസ്റ്റിങ്ങിൽ നമുക്ക് ലഭിക്കുന്ന കോൺട്രിബ്യൂഷൻ, ആ കോൺട്രിബ്യൂഷൻ നമ്മൾ പരിഗണിക്കുന്ന സമയത്ത് എത്രത്തോളം നമ്മൾ നിർമ്മിക്കുന്ന സമയത്ത് കോൺട്രിബ്യൂഷൻ ലഭിക്കുന്നുണ്ട്, ആ കോൺട്രിബ്യൂഷൻ നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് കവർ ചെയ്യാൻ മാത്രം ലഭിക്കുന്നുണ്ടോ എന്നുള്ളതെല്ലാം നമ്മൾ ഈ ഒരു ഡിസിഷൻ നോക്കുന്ന സമയത്ത് അനാലിസിസിന് വിധേയമാക്കുകയും ഒരു പക്ഷേ ചില സാഹചര്യങ്ങളിലെങ്കിലും കമ്പനിയിൽ തന്നെ നിർമ്മിക്കുന്നതിനേക്കാൾ ലാഭത്തിൽ പുറമേയുള്ള മറ്റു കമ്പനികൾ നമുക്ക് നിർമ്മിച്ച് നൽകുമെന്നുണ്ടെങ്കിൽ പുറമേയുള്ള കമ്പനിയെ ആ ഒരു ജോലി ഏൽപ്പിക്കുന്ന രീതിയുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു പെപ്സി അല്ലെങ്കിൽ 7up ഒക്കെ നിർമ്മിക്കുന്ന കമ്പനി, അവരുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ 7up അല്ലെങ്കിൽ പെപ്സിയാണ്. പക്ഷെ അത് ഫിൽ ചെയ്യാനുള്ള ബോട്ടിൽ അത് വേണമെങ്കിൽ ആ കമ്പനിയിൽ തന്നെ നിർമ്മിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള ബോട്ടിൽ മാനുഫാക്ചറിങ് നടത്തുന്ന കമ്പനികളെ പുറമെ ഏൽപ്പിക്കുകയും ചെയ്യാം. ആ ഒരു സമയത്ത് ഈ പെപ്സി നിർമ്മിക്കുന്ന കമ്പനി തന്നെ ഒരു മാർജിനൽ കോസ്റ്റ് അനാലിസിസ് ഉണ്ടാക്കുകയാണ്. അതായത് അവർ ഒരു കുപ്പി നിർമ്മിക്കുകയാണെങ്കിൽ അതിന് എത്ര കോസ്റ്റ് വരുമെന്ന് കണ്ടെത്തിയിട്ട് അതിൽ നിന്ന് അവർക്ക് എത്ര പ്രോഫിറ്റ് കിട്ടുമെന്നും കൂടി നോക്കുന്ന സമയത്ത് ചില സമയത്ത് പുതുതായിട്ട് മെഷീനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് അതിൻ്റെ കോസ്റ്റ് എല്ലാം നോക്കി വരുമ്പോൾ അവർക്കത് നഷ്ടമായിരിക്കാം. ഒരു കുപ്പിക്ക് തന്നെ 10 രൂപയൊക്കെ വരുന്ന സിറ്റുവേഷൻ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവരുടെ പ്രൊഡക്റ്റിനെ അത് ബാധിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ചില സാഹചര്യത്തിൽ ബൾക്കായിട്ട് ഈ ബോട്ടിൽ ഉണ്ടാക്കി നൽകുന്ന കമ്പനികളെ അവർ ഏൽപ്പിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ തന്നെ കമ്പനിയിൽ തന്നെ ഉണ്ടാക്കുന്നതാണോ അല്ലെങ്കിൽ ബൈ പുറമേ നിന്ന് വാങ്ങുന്നതാണോ ഏറ്റവും ബെറ്റർ എന്ന് നോക്കാനാണ് അടുത്ത ഡിസിഷൻ, മേക്ക് ഓർ ബൈ ഡിസിഷൻ പറയുന്നത്. ദ മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക് ക്യാൻ ബി യൂസ്ഡ് ടു ഡിസൈഡ് വെദർ ടു മേക്ക് a particular product or components or buy it from outside. അതായത് മാനേജീരിയൽ കോസ്റ്റിംഗ് ടെക്നിക്ക് നമുക്ക് ഉപയോഗിക്കാം, എവിടെയും കൂടി ഉപയോഗിക്കാം. ടു ഡിസൈഡ് വെദർ ടു മേക്ക്, അതായത് മാനുഫാക്ചർ, നമ്മൾ നിർമ്മിക്കണമോ എ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഓർ എ കോമൺസ്, ഒരു പ്രൊഡക്റ്റ് മൊത്തത്തിൽ നമ്മുടെ കമ്പനിയിൽ നിർമ്മിക്കണമോ അല്ലെങ്കിൽ മറ്റൊരു പുറമേയുള്ള വ്യക്തികൾക്ക് കരാറ് കൊടുക്കണമോ എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മാർജിനൽ കോസ്റ്റിംഗ് സഹായിക്കുന്നുണ്ട്. ദെൻ സച്ച് എ ഡിസിഷൻ ക്യാൻ ബി അറീവ്ഡ് അറ്റ് ഓൺലി ബൈ കമ്പയറിംഗ് ദ മാർജിനൽ ഓർ വേരിയബിൾ കോസ്റ്റ് ഓഫ് മാനുഫാക്ചർ ആൻഡ് ദി ഔട്ട്സൈഡ് പ്രൈസ്. ഈ ഒരു കമ്പാരിസൺ നമുക്ക് സാധ്യമാവുക എപ്പോൾ മാത്രമാണ്, നമ്മുടെ വേരിയബിൾ അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റ് കമ്പയർ ചെയ്യുക എന്തുമായിട്ട്, ഔട്ട്സൈഡിൽ നിന്ന് നമ്മളത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എത്ര രൂപ വരും അതുമായിട്ട് കമ്പയർ ചെയ്യുക. കാരണം ഈ ഒരു മാർജിനൽ കോസ്റ്റിംഗ് അനാലിസിസിൽ നമുക്കറിയാം ഫിക്സ്ഡ് കോസ്റ്റ് നമ്മൾ ഉൾപ്പെടുത്താറില്ല, ഫിക്സ്ഡ് കോസ്റ്റ് പരിഗണിക്കാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര രൂപയാണോ വരുന്നത് ആ രൂപ മൊത്തം അവിടെ ഓരോ ഇൻഡിവിജ്വൽ പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാവുന്ന കോസ്റ്റ് തന്നെയായിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി വെക്കാം. ദെൻ ഇഫ് ദ മാർജിനൽ കോസ്റ്റ് ഓഫ് ദ കോമ്പണൻറ്റ് ഈസ് ഹയർ ദാൻ ദ പർച്ചേസ് പ്രൈസ്, ഇങ്ങനെ ഒരു അനാലിസിസ് നടത്തുന്ന സമയത്ത് നമ്മൾ നിർമ്മിക്കുന്ന ആ ഒരു പ്രൊഡക്റ്റിന് മാർജിനൽ കോസ്റ്റിനേക്കാൾ കൂടുതലാണ്, മാർജിനൽ കോസ്റ്റ് ഓഫ് ദ കോമ്പണൻസ് ഈസ് ഹയർ ദാൻ ദ പർച്ചേസ് പ്രൈസിനേക്കാൾ കൂടുതലാണ് നമുക്ക് ലഭിച്ച മാർജിനൽ കോസ്റ്റ് എങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു പർച്ചേസ് ഫ്രം ദി മാർക്കറ്റ്, അത് ഔട്ട്സൈഡേഴ്സിൽ നിന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത് നിർമ്മിക്കുന്നതിനേക്കാൾ എന്നുള്ള തീരുമാനമാണ് നമ്മൾ അവിടെ എടുക്കുക. ഏതായാലും ഈ ഒരു രീതി, അതായത് മേക്ക് ഓർ ബൈ ഡിസിഷനെ സംബന്ധിച്ച് ഒരു ചെറിയൊരു എക്സാമ്പിളിലൂടെ നമുക്കത് വിശദീകരിക്കാം. ഫിലിപ്സ് ലിമിറ്റഡ് ഫൈൻസ് ദാറ്റ് വൈൽ ഇറ്റ് കോസ്റ്റ് rupees 12.50 to make a component
കോമ്പണൻറ്റിൻ്റെ പേര് അവിടെ നൽകിയിട്ടുണ്ട് PS009055. The same is available in the market at rupees 11.50 with an assurance of continued supply. The breakdown of the cost is എന്താ വെച്ചാൽ ഫിലിപ്പ് ലിമിറ്റഡ് finds that while its cost 12.50 അതായത് 12.5 to make a components, അവർക്ക് PS0055 എന്നുള്ള കോമൻറ്റ് നിർമ്മിക്കാൻ 12.50 രൂപയാവുന്നുണ്ട്. ദ സെയിം ഈസ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. മാർക്കറ്റിൽ അത് 11.50 ലഭിക്കുന്നുണ്ട്. വിത്ത് ആൻ അഷ്യൂറൻസ് ഓഫ് കണ്ടിന്യൂസ് സപ്ലൈ. കണ്ടിന്യൂസ് ആയിട്ട് അവർ സപ്ലൈ ചെയ്യാമെന്നുള്ള ഉറപ്പ് നൽകുന്നുണ്ട്. ഇനി ഈ കോസ്റ്റിന് 12.50 ആണ് അവരത് നിർമ്മിക്കുകയാണെങ്കിൽ ആവാമെന്ന് പറഞ്ഞില്ലേ, അതൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഇൻഡിവിജ്വലായിട്ട് ഓരോരോ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റിന് ഏതൊക്കെയാണ് ഈ 12.50 എങ്ങനെയൊക്കെയാണ് വന്നതെന്ന് കാണിച്ചു തരികയാണ് ചൂടെ. മെറ്റീരിയലിന് 5 രൂപ 50 പൈസയും വരുന്നുണ്ട്, ലേബറിന് 3 രൂപയും 50 പൈസയും, അതർ വേരിയബിൾ കോസ്റ്റായിട്ട് 1 രൂപയാണ് വരുന്നത്. ദെൻ ഡിപ്രീസിയേഷൻ ആൻഡ് അതർ ഫിക്സഡ് കോസ്റ്റുകൾ 2 രൂപയും 50 പൈസയാണ് വരുന്നത്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക, ഫിക്സഡ് ഡിപ്രീസിയേഷൻ ആൻഡ് ഫിക്സഡ് കോസ്റ്റുകൾ ഈ പ്രോബ്ലത്തിൽ നൽകിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ മാർജിനൽ കോസ്റ്റ് അനാലിസിസ് നടത്തുന്ന സമയത്ത് ഫിക്സഡ് ഐറ്റംസ് ഉപയോഗിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ 12.50 ടോട്ടൽ കോസ്റ്റ്. അതിൽ ഈ ഒരു ഫിക്സഡ് കോസ്റ്റ് നമുക്ക് കുറക്കാം, എന്നിട്ടാണ് മാർജിനൽ കോസ്റ്റ് നമ്മൾ അനാലിസിസ് നടത്താറ്. ഏതായാലും നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഷുഡ് യു മേക്ക് ഓർ ബൈ, നമ്മൾ വാങ്ങോ അല്ലെങ്കിൽ ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ 12.50 ഉണ്ട് നമുക്ക് കോസ്റ്റ്, വാങ്ങുമ്പോൾ 11.50 ഉള്ളൂ. അത് നോക്കുന്ന സമയത്ത് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്കത് ലാഭം പുറമേ നിന്ന് വാങ്ങുന്നതായിരിക്കും എന്ന് നമുക്കറിയാം. എങ്കിലും നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. ചില സമയത്ത് നിർമ്മിക്കുന്നത് തന്നെയായിരിക്കും ബെറ്റർ. കാരണം ഫിക്സഡ് കോസ്റ്റും കാര്യങ്ങളൊക്കെ അതിൽ വരുന്നത് കൊണ്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിലും കമ്പനിയിൽ ഉണ്ടാക്കുകയാണെങ്കിലും ഉണ്ടാക്കുന്നില്ലെങ്കിലും ആ ഫിക്സഡ് കോസ്റ്റ് അവിടെ വരുന്നുണ്ട്. കാരണം ഇപ്പോൾ കമ്പനിയുടെ റെൻറ്റൊക്കെ നമ്മൾ ഓൾറെഡി കൊടുക്കുന്നുണ്ടല്ലോ. അങ്ങനെയൊക്കെ ആണെങ്കിൽ അതെല്ലാം നോക്കുന്ന സമയത്താണ് പ്രോഫിറ്റബിൾ ആണോ അല്ലേ എന്നുള്ളത് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ഒറ്റ നോട്ടത്തിൽ അങ്ങനെ ഉറപ്പിക്കാൻ കഴിയില്ല. ദെൻ മറ്റൊന്ന് രണ്ടാമതായിട്ട് നമ്മൾ കാണാൻ പറഞ്ഞത് വാട്ട് വുഡ് ബി യുവർ ഡിസിഷൻ ഇഫ് ദ സപ്ലയേഴ്സ് ഓഫേർഡ് ദ കോമ്പണൻസ് അറ്റ് ₹9.70 ഈച്ച്. അതേ പ്രൊഡക്റ്റ് തന്നെ 9 രൂപ 70 പൈസക്കും നിങ്ങൾക്ക് നൽകാമെന്ന് സപ്ലയർ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് ചോദിച്ചത്. 2 ചോദ്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഒന്ന് നോക്കാം. ഫസ്റ്റ് ആദ്യം എന്ത് ചെയ്യുക, ഒരു മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുക. ദ മാർജിനൽ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ദ കോമ്പണൻസ് ഹാസ് ഫോളോ. അതായത് മെറ്റീരിയൽ, ലേബർ, അതർ വേരിയബിൾ കോസ്റ്റ്, ടോട്ടൽ മാർജിനൽ കോസ്റ്റ് നമുക്ക് 10 രൂപയാണ് വരുന്നത്. ഫിക്സ്ഡ് ആയിട്ടുള്ളത് മാർജിനൽ കോസ്റ്റിൽ നമ്മൾ ചേർക്കില്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അങ്ങനെ 10 രൂപയാണ് ശരിക്കും നമുക്ക് അതിൻ്റെ കോസ്റ്റ് വരുന്നത്. ഇനി ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് പറയാം. ഫിക്സ്ഡ് കോസ്റ്റ് കനോട്ട് ബി സേവ്ഡ് ഇഫ് ഇറ്റ് ഈസ് ഡിസൈഡഡ് ടു ബൈ ദ കോമ്പണൻസ് ഇൻസ്റ്റെഡ് ഓഫ് മേക്കിംഗ് ഇറ്റ്. ഇപ്പോൾ നമ്മൾ പുറമേ നിന്ന് വാങ്ങുകയാണെങ്കിലും ഇനിയിപ്പോൾ നമ്മൾ തന്നെ നിർമ്മിക്കുകയാണെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ട് ഒരു 2.50. അത് ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഇല്ലാതാക്കാൻ കഴിയില്ല. കാരണം ഫിക്സ്ഡ് കോസ്റ്റ് നമ്മൾ സാധാരണ ബിസിനസ്സിന് കൊടുക്കുന്ന റെൻറ്റും കാര്യങ്ങളൊക്കെയാണ്, അതെന്തായാലും അവിടെ ഉണ്ടാവും. പിന്നെ 10 രൂപയാണ് നമുക്ക് മാറ്റങ്ങളിൽ വരുത്താൻ കഴിയുള്ളൂ. The decision to make or buy depends on whether the capacity to be released by the non-manufacturer of the components can be profitably utilized or not. അതായത് ഇപ്പോൾ ഇങ്ങനെ മേക്ക് ഓർ ബൈ ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കണം, ഒരു കമ്പനി ചിലപ്പോൾ ഒരുപാട് പ്ലാന്റ് ഉള്ള കമ്പനി ഉണ്ടാവും, വലിയൊരു ബിൽഡിംഗ് ഒക്കെ ഉണ്ടാവും, പക്ഷേ അതിൻ്റെ ഒരു മൂലയിൽ മാത്രമായിരിക്കും അവരുടെ പ്രൊഡക്ഷൻ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു ബോട്ടിലിൻ്റെ കേസ് പറഞ്ഞത് അവർക്ക് ബോട്ടിൽ തന്നെ തുടങ്ങാനുള്ള സ്ഥലമൊക്കെ അവിടെ ഉണ്ടാവും, അതേ ഫിക്സഡ് കോസ്റ്റിന് മതി. കാരണം ബിൽഡിംഗ് ഒക്കെ ഓൾറെഡി ഉണ്ട്. ഇനി കുറഞ്ഞ എന്തെങ്കിലുമൊക്കെ മെഷീൻസിന് മാത്രം നൽകിയാൽ മതി. അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർക്ക് ആ ഒരു കപ്പാസിറ്റി തന്നെ യൂസ് ചെയ്തുകൊണ്ട് നിർമ്മിക്കുക. അതാണ് അവിടെ പറഞ്ഞത്. എന്ത് വെദർ ദ കപ്പാസിറ്റി ടു ബി റിലീസ്ഡ് ബൈ നോൺ മാനുഫാക്ചർ of the components can be profitably utilized or not. Then if yes, it is better to buy it at 11.50. 11.50 പൈസക്കും പുറമെ നിന്ന് വാങ്ങുന്നതാണ് നല്ലത്. എങ്ങനെയാണെങ്കിൽ ഈ ഫുൾ കപ്പാസിറ്റി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ. ബിക്കോസ് ദ കോസ്റ്റ് ഈസ് 12.50. നമുക്ക് 12.50 സാധാരണ കോസ്റ്റ് വരുന്നത്. 11.50 കിട്ടുകയാണെങ്കിൽ നമുക്ക് വാങ്ങാം. ബട്ട് ഇഫ് ദ റിലീസ്ഡ് കപ്പാസിറ്റി കനോട്ട് ബി യൂട്ടിലൈസ്ഡ്, അതാണ് നമ്മൾ പറഞ്ഞത്. നമ്മുടെ പ്ലാന്റിൻ്റെ ഒന്നും കപ്പാസിറ്റി മുഴുവനായിട്ട് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു മേക്ക് ദ കോമ്പണൻറ്റ്. ബിക്കോസ് ദ കോസ്റ്റ് ഓഫ് ബൈയിങ് വിൽ ബി 14. ദാറ്റ് ഈസ് 11.50 അവർ നമുക്ക് നൽകാമെന്ന് പറഞ്ഞ കേസും
പ്ലസ് 250 നമ്മുടെ ഓൾറെഡി ഫിക്സ്ഡ് എക്സ്പെൻസ് നമുക്ക് എന്തായാലും ഉണ്ടല്ലോ അവിടെ. അത് നമ്മൾ പുറമെ നിന്ന് വാങ്ങുകയാണെങ്കിലും ഉണ്ട് ആ ഫിക്സ്ഡ് എക്സ്പെൻസ്. ഇനിയിപ്പോൾ നമ്മൾ നിർമ്മിക്കുകയാണെങ്കിലും 250 അവിടെ എന്തായാലും ഉണ്ട്. കാരണം ഫിക്സ്ഡ് എക്സ്പെൻസ് പറഞ്ഞാൽ നമുക്ക് പ്രൊഡക്ഷൻ്റെ വർധനവിനോ കുറവിലോ മാറ്റങ്ങൾ വരുത്താൻ കഴിയാത്ത എക്സ്പെൻസാണ് ഫിക്സ്ഡ് എക്സ്പെൻസ് നമ്മൾ മുമ്പേ പഠിച്ചു. അപ്പോൾ ഇത് ഓൾറെഡി ഇവിടെ ഉണ്ട് 250. ഇനിയിപ്പോൾ നമ്മൾ വാങ്ങുകയാണെങ്കിലും വാങ്ങണില്ലെങ്കിലൊക്കെ 250 ഫിക്സ്ഡ് എക്സ്പെൻസ് എന്തായാലും ഉണ്ട്. ദെൻ അതിൻ്റെ കൂടിയാണ് നമ്മൾ പുറമെ നിന്ന് വാങ്ങുന്ന 1450 കൂടി വരുന്നത്. അപ്പോൾ എത്രയായി? 12 14 രൂപയാവും ടോട്ടൽ. ഓക്കെ, ഇപ്പം നമ്മൾ നോക്കണേ, ഒറ്റ നോട്ടത്തിൽ നോക്കിയപ്പോൾ നമുക്ക് ഏതായിരുന്നു ലാഭം? പുറമെ നിന്ന് വാങ്ങുന്നതായിരുന്നു. ആ ഒരു നമ്മുടെ പ്ലാന്റിൻ്റെ കപ്പാസിറ്റി മുഴുവൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, പ്രശ്നമില്ല, പുറമെ നിന്ന് വാങ്ങുന്നത് തന്നെയാണ് ബെറ്റർ. കാരണം എന്താ, ഇനി നമ്മൾ നിർമ്മിക്കണമെങ്കിൽ നമ്മുടെ പ്ലാന്റിൻ്റെ കപ്പാസിറ്റി ഒന്നുകൂടെ കൂട്ടണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫിക്സ്ഡ് എക്സ്പെൻസ് ഇനിയും വർദ്ധിക്കും. ഫിക്സ്ഡ് എക്സ്പെൻസ് ഒരു പരിധി വരെ ഫിക്സ്ഡ് ആയിട്ട് നിൽക്കുള്ളൂ. ലോങ് ടൈമിൽ ഫിക്സ്ഡ് എക്സ്പെൻസും വർദ്ധിക്കുമെന്നുള്ളത് നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങിയ സമയത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ അതേ കപ്പാസിറ്റി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പുറമേ നിന്ന് വാങ്ങാമായിരുന്നു. പക്ഷേ നമ്മുടെ കപ്പാസിറ്റി ബാക്കിയുള്ളത് കൊണ്ട് അതേ ഫിക്സ്ഡ് എക്സ്പെൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇനിയും പ്രൊഡക്ഷൻ നടത്താം എന്നുള്ളത് കൊണ്ട് അത് നമുക്ക് നിർമ്മിക്കുന്നതാണ് ബെറ്റർ എന്നാണ് ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം. ദെൻ രണ്ടാമത്തത്, ഇഫ് ദ പ്രൈസ് ഓഫേർഡ് ഈസ് 9.70 പെർ യൂണിറ്റ്, 9 രൂപ 70 പൈസക്ക് നൽകാമെന്ന് പറഞ്ഞ സമയത്ത് എങ്ങനെയാണ് ചെയ്യാമെന്നാണ് ചോദിച്ചിരുന്നത്. ദ ഓഫർ മേ ബി അക്സെപ്റ്റഡ്, അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. കാരണം എന്താ, ബിക്കോസ് 30 പൈസ പെർ യൂണിറ്റ് ക്യാൻ ബി സേവ്ഡ്, നമ്മളവിടെ 30 പൈസ സേവ് ചെയ്യുന്നുണ്ട്. എങ്ങനെ? ഈവൻ ഇഫ് ദ കപ്പാസിറ്റി റിലീസ്ഡ് കനോട്ട് ബി പ്രോഫിറ്റബിളി യൂട്ടിലൈസ്ഡ്, നമ്മൾ ആ കപ്പാസിറ്റി പ്രോഫിറ്റബിളി യൂട്ടിലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമുക്ക് 30 പൈസ സേവ് ചെയ്യാൻ കഴിയുന്നുണ്ട്. കാരണം എന്താ, ദിസ് ഈസ് സോ ബിക്കോസ് ദ പ്രൈസ് ഓഫേർഡ് ഈസ് ലെസ് ദാൻ ദ മാർജിനൽ കോസ്റ്റ്. നമ്മുടെ മാർജിനൽ കോസ്റ്റ് എത്രയേ വരുന്നുള്ളൂ? 10 രൂപ വരുന്നുള്ളൂ. നമ്മൾ മുകളിൽ കണ്ടുവച്ചു മാർജിനൽ കോസ്റ്റ്, മെറ്റീരിയലും ലേബറും അതർ വേരിയബിളും ചേർത്താൽ നമുക്ക് 10 രൂപയാണ് വരുന്നത്. അതിനേക്കാൾ കുറഞ്ഞ പൈസക്ക് നമുക്ക് കിട്ടുകയാണെങ്കിൽ എത്ര? 9.70 കിട്ടുകയാണെങ്കിൽ 30 പൈസ അവിടെ തന്നെ ലാഭമല്ലേ. മറ്റൊന്നും നോക്കണ്ട, ഫിക്സ്ഡ് കോസ്റ്റ് ഒന്നും കൺസിഡർ ചെയ്യേ വേണ്ട, മാർജിനൽ കോസ്റ്റിൽ തന്നെ നമുക്ക് ലാഭമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായാലും അത് പുറമേ നിന്ന് വാങ്ങുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ. അങ്ങനെയാണ് നമുക്ക് മേക്ക് ഓർ ബൈ ഡിസിഷൻ കൈകാര്യം ചെയ്യാൻ മാർജിനൽ കോസ്റ്റ് സഹായിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് ഷട്ട് ഡൗൺ ഡിസിഷൻ. ഷട്ട് ഡൗൺ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ കമ്പനി പൂട്ടി പോകണോ വേണ്ടേ എന്നുള്ളത് തന്നെ. ചില സമയത്ത് നമ്മുടെ കമ്പനി നിർത്തി പോകുന്നതായിരിക്കും ലാഭം. കാരണം എന്തായാലും പ്രൊഡക്ഷനൊക്കെ നടത്തുന്ന സമയത്ത് നമുക്ക് സാലറി കൊടുക്കണം, അതുപോലെ കറണ്ട് ബില്ല് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചില സമയത്ത് പൂട്ടി പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അല്ലെങ്കിലോ ചിലത് എത്ര നഷ്ടമാണെങ്കിലും തുടർന്ന് പോകുന്നതായിരിക്കും ബെറ്റർ. കാരണം എന്താ, നമുക്ക് എന്തായാലും ചില റെൻറ്റ്, അതുപോലെ ഓഫീസിൻ്റെ എക്സ്പെൻസ് തുടങ്ങിയൊക്കെ എന്തായാലും വരും. നമ്മളിനി പൂട്ടിയാലും ഇല്ലെങ്കിലൊക്കെ വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ തുടർന്ന് പോകാനും പറയാറുണ്ട്. അത് ഷട്ട് ഡൗൺ ആണോ അല്ലെങ്കിൽ തുടർന്ന് കൊണ്ടുപോകുന്നതാണോ നല്ലത് എന്നുള്ള തീരുമാനം എടുക്കാനാണ് ഷട്ട് ഡൗൺ ഡിസിഷൻ എന്ന് പറയുന്നത്. സംടൈംസ് ദ പ്ലാന്റ് ഈസ് ഫോഴ്സ്ഡ് ടു ബി ക്ലോസ്ഡ് ഡൗൺ ടെമ്പററി. ചില സമയത്ത് നമ്മുടെ പ്ലാന്റ് നിർബന്ധമായിട്ട് പൂട്ടിപ്പോവേണ്ട ആവശ്യം വരും. എങ്ങനെ? ദ ഡിസിഷൻ വെദർ ടു ഷട്ട് ഡൗൺ ഓർ നോട്ട് ഈസ് ടു ബി ടേക്കൺ. നമുക്ക് അവിടെ തീരുമാനം എടുക്കാം പൂട്ടിപ്പോകണോ പൂട്ടിപ്പോവേണ്ടേ എന്നുള്ളത്. വെൻ എ പ്ലാന്റ് ഈസ് ഷട്ട് ഡൗൺ, പ്ലാന്റ് ഷട്ട് ഡൗൺ ചെയ്യുകയാണെങ്കിൽ, അതായത് നിർത്തുകയാണെങ്കിൽ, പ്രവർത്തനം നിർത്തുകയാണെങ്കിൽ, ദർ ആർ സം അവോയ്ഡബിൾ ഓർ എസ്കേപ്പബിൾ ഫിക്സ്ഡ് കോസ്റ്റ്. ആ സമയത്ത് ഷട്ട് ഡൗൺ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാം, ചില സമയത്ത് താൽക്കാലികമായിട്ട് നിർത്തി വെക്കാറൊക്കെ ഉണ്ട് ചില കമ്പനികൾ, അല്ലേ, ചില പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ. ആ സമയത്ത് ദർ ആർ സം അവോയ്ഡബിൾ ഓർ എസ്കേപ്പബിൾ ഫിക്സ്ഡ് കോസ്റ്റ് സച്ച് ആസ് സാലറീസ് ഓഫ് ടെമ്പററി വർക്കേഴ്സ്, സാലറീസ് ഓഫ് സെയിൽസ്മാൻ എക്സെട്ര. അപ്പോൾ അവിടെ ശ്രദ്ധിക്കാം, ചില സാഹചര്യത്തിൽ നമ്മുടെ പ്രൊഡക്ഷൻ നിർത്തി വെക്കുകയാണെങ്കിൽ ടെമ്പററി വർക്കേഴ്സിൻ്റെ സാലറിയൊക്കെ നമുക്ക് കൊടുക്കേണ്ട, അല്ലേ. പെർമനൻറ്റ് വർക്കേഴ്സിൻ്റെ അപ്പോഴും കൊടുക്കേണ്ടി വരും. കാരണം അവർ കമ്പനി പ്രവർത്തനം ഇല്ലാതിട്ട് അവരുടെ സാലറി കൊടുക്കാതെക്കാൻ പറ്റില്ല. അതൊക്കെ ഒരു മാനുഷിക മൂല്യം വെച്ചിട്ട് കൊടുക്കൽ നിർബന്ധമാണ്. പക്ഷേ പെർമനൻ്റ് അല്ലാത്ത ടെമ്പററി വർക്കേഴ്സിൻ്റെ സാലറി ഒന്നും പ്രൊഡക്ഷൻ ഇല്ലെങ്കിൽ കൊടുക്കണ്ട. നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം. ഇപ്പോൾ ഡെയിലി വേജിന് പണിയെടുക്കുന്ന ആളുകളുണ്ടാവും. ഇപ്പോൾ കടയിലൊക്കെ പോകുന്ന ആളുകൾ, കടയിൽ പോകുന്ന ദിവസത്തിന് മാത്രം സാലറി കിട്ടുന്ന ആളുകളുണ്ടാവും, അല്ലേ, സെയിൽസ്മാനൊക്കെ. എന്നാൽ അവിടെ സ്ഥിരം പോകുന്ന ആളുകൾക്ക് മാസത്തിൽ ഇത്ര സാലറി എന്ന് പറയുന്ന ആളുകളുണ്ടാവും. അങ്ങനെ ഓരോ ദിവസം പോകുന്ന ആളുകളുടെ സാലറി, നമുക്കിപ്പോൾ ഒരു ഹർത്താലുള്ള ദിവസം അദ്ദേഹത്തിനോട് വരണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ആ ക്യാഷ് കൊടുക്കേണ്ട. പക്ഷേ ഡെയിലി ഒരു മാസം കൊടുക്കുന്ന ആളുകൾക്ക് ആ മാസം മൊത്തത്തിൽ എന്തായാലും കൊടുക്കേണ്ടി വരും.
അപ്പോൾ എന്ത് ചെയ്യുക, അതുപോലെ തന്നെയാണ് ഇവിടെ പറഞ്ഞത് വെൻ എ പ്ലാന്റ് ഈസ് ഷട്ട് ഡൗൺ ദർ ആർ സം അവോയ്ഡബിൾ ഓർ എസ്കേപ്പബിൾ ഫിക്സ്ഡ് കോസ്റ്റ്. നമുക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിയുന്ന, അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന ചില കോസ്റ്റുകളുണ്ട്. സച്ച് ആസ് സാലറീസ് ഓഫ് ടെമ്പററി വർക്കേഴ്സ്, അതുപോലെ സാലറീസ് ഓഫ് സെയിൽസ്മാൻ എക്സെട്ര. ദീസ് എക്സ്പെൻസസ് വുഡ് നോ ലോങ്ങർ എക്സിസ്റ്റ് വൺസ് പ്ലാന്റ് ഈസ് ഷട്ട് ഡൗൺ. അത് പ്ലാന്റ് ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ താൽക്കാലികമായിട്ട് നിർത്തി വെക്കുമ്പോൾ ഈ എക്സ്പെൻസൊക്കെ നമുക്ക് പിന്നീട് ഉണ്ടാവില്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ദെൻ അറ്റ് ദ സെയിം ടൈം അതൊക്കെ പറയുന്ന സമയത്ത് തന്നെ ദർ ആർ സം അൺഅവോയ്ഡബിൾ ഓർ ഇൻഎസ്കേപ്പബിൾ കോസ്റ്റ്. അവിടെ തന്നെ അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള കോസ്റ്റും ഉണ്ട്, നമുക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത കോസ്റ്റുകളുണ്ട്. അതൊക്കെയാണ് സച്ച് ആസ് ഡിപ്രീസിയേഷൻ ഓൺ ഫിക്സ്ഡ് അസറ്റ്. ഈ പ്ലാന്റ് പൂട്ടിയാലും ഡിപ്രീസിയേഷൻ അവിടെ എക്സ്പെൻസ് ആയിട്ട് തന്നെ ഉണ്ട്. കാരണം എന്താ, പ്ലാന്റ് തുറക്കണില്ല എന്ന് കരുതിയിട്ട് അതിൻ്റെ ഡിപ്രീസിയേഷൻ നടക്കാതെ നിൽക്കില്ല. ദെൻ റെൻ്റ് ഓഫ് ഓഫീസ് ആൻഡ് ഫാക്ടറി, ഫാക്ടറിയുടെ റെൻ്റ് എന്തായാലും കൊടുക്കണം, തുറന്നിട്ടില്ല എന്ന് കരുതിയിട്ട് റെൻ്റ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ദെൻ ഇൻഷുറൻസ്, ഇൻട്രസ്റ്റ്, സാലറീസ് ഓഫ് പെർമനൻറ്റ് സ്റ്റാഫ് എക്സെട്ര അൺഅവോയ്ഡബിൾ കോസ്റ്റുകളാണ്. ദീസ് കാനോട്ട് ബി അവോയ്ഡഡ് ഈവൻ ഇഫ് ദ പ്ലാന്റ് ഈസ് ഷട്ട് ഡൗൺ ടെമ്പററിലി. താൽക്കാലികമായിട്ട് പ്ലാന്റ് ഷട്ട് ഡൗൺ ചെയ്താൽ ഈ കോസ്റ്റുകളൊന്നും ഇല്ലാതാക്കാൻ കഴിയൂല. പെർമനൻ്റ് ആയിട്ട് പൂട്ടി പോകുകയാണെങ്കിൽ പിന്നെ ഓക്കെ. ഈ ഷട്ട് ഡൗൺ എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ ഈ ഒരു താൽക്കാലികമായിട്ട് പോകുന്ന സമയത്ത് ഈ പറയപ്പെട്ട കോസ്റ്റുകൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കില്ല. സച്ച് ഫിക്സ്ഡ് എക്സ്പെൻസസ് ആർ കാൾഡ് ഷട്ട് ഡൗൺ കോസ്റ്റ്. അത്തരത്തിലുള്ള ഫിക്സ്ഡ് എക്സ്പെൻസുകളെയാണ് ഷട്ട് ഡൗൺ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ദസ് അൺഅവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് ആർ കാൾഡ് ഷട്ട് ഡൗൺ കോസ്റ്റ്. നമ്മുടെ ഫിക്സ്ഡ് കോസ്റ്റിൽ തന്നെ അവോയ്ഡബിളും അൺഅവോയ്ഡബിളും ഉണ്ട്. അതിൽ അൺഅവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റുകൾ എന്ന് വിളിക്കപ്പെടുന്നു, ഷട്ട് ഡൗൺ കോസ്റ്റ് എന്ന് വിളിക്കുന്നു. ദെൻ ഇനി നമ്മൾ മാർജിനൽ കോസ്റ്റ് അനാലിസിസും ഇതും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് നോക്കാം. ഇഫ് കോൺട്രിബ്യൂഷൻ ഈസ് മോർ ഓർ ഈക്വൽ ടു അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ്, നമുക്ക് ലഭിക്കുന്ന കോൺട്രിബ്യൂഷൻ എന്താണ്, മോർ ഓർ ലെസ്, അതായത് ഈ ഒരു ഫിക്സ്ഡ് കോസ്റ്റിനേക്കാൾ കൂടുതലാവാം, ചിലപ്പോൾ അതിന് കുറവായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു കണ്ടിന്യൂ ദ ബിസിനസ്. അതായത് ഇഫ് കോൺട്രിബ്യൂഷൻ ഈസ് മോർ ഓർ ഈക്വൽ ടു അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ്, അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അതിൻ്റെ അത്രയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇറ്റ് ഈസ് ബെറ്റർ ടു കണ്ടിന്യൂ ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നതാണ് നല്ലത്. ഇഫ് കോൺട്രിബ്യൂഷൻ ഈസ് ലെസ് ദാൻ ദ അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ്, അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റിനേക്കാൾ കുറവാണെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു ഷട്ട് ഡൗൺ ദ ബിസിനസ്, പിന്നെ ബിസിനസ് പൂട്ടി പോകുന്നതായിരിക്കും നല്ലത് എന്നർത്ഥം. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കണമെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ അറിയണം. അതാണ് ഷട്ട് ഡൗൺ പോയിന്റ് കാണാൻ നെറ്റ് അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അതായത് നെറ്റ് അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് നമ്മുടെ കോൺട്രിബ്യൂഷനുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കോൺട്രിബ്യൂഷനേക്കാൾ കൂടുതലാണെങ്കിൽ ഈ കോസ്റ്റ് വരുന്നതെങ്കിൽ പിന്നീട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, പൂട്ടിപ്പോ തന്നെ വേണ്ടി വരുന്ന അർത്ഥം. ഷട്ട് ഡൗൺ പോയിന്റിൽ റുപ്പീസിൽ നൽകിയിട്ടുണ്ട്. നെറ്റ് അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ ചെയ്താൽ റുപ്പീസിൽ ലഭിക്കും. ഇവിടെ പറയുന്നുണ്ട് ഇഫ് ദ ബിസിനസ് ഈസ് കണ്ടിന്യൂഡ് ഈവൻ ആഫ്റ്റർ റീച്ചിങ് ദ ഷട്ട് ഡൗൺ പോയിന്റ് എത്തിക്കഴിഞ്ഞിട്ട് പിന്നെയും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ദ ലോസ് വിൽ ഇൻക്രീസ്, അവിടെ പിന്നെ നമ്മുടെ നഷ്ടം വർദ്ധിക്കുകയുള്ളൂ. ഇറ്റ് ഹാപ്പൻസ് സോ ബിക്കോസ് ദ കോൺട്രിബ്യൂഷൻ ഈസ് ലെസ് ദാൻ ദ നെറ്റ് അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ്. നെറ്റ് അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റിനേക്കാൾ കുറവാണ് കോൺട്രിബ്യൂഷൻ കിട്ടുന്നത് എന്നർത്ഥം. ദെൻ നെറ്റ് അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് ആർ കാൽക്കുലേറ്റ് ആസ് ബിലോ. നെറ്റ് അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, അതായത് ഫിക്സ്ഡ് കോസ്റ്റിൽ നിന്ന് അൺഅവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റും റീഓപ്പണിംഗ് കോസ്റ്റും കുറച്ചാൽ മതി. റീഓപ്പണിംഗ് കോസ്റ്റ് ചിലത് താൽക്കാലികമായിട്ട് പൂട്ടി വെച്ചാൽ പിന്നെ തുറക്കുമ്പോൾ കുറച്ച് മെയിൻ്റനൻസ് ചാർജ് വരും, അതാണ് റീഓപ്പണിംഗ് കോസ്റ്റ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റിൽ നിന്ന് റീഓപ്പണിംഗ് കോസ്റ്റ് കുറച്ചാലും നമുക്ക് എന്ത് കിട്ടും, നെറ്റ് അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് ലഭിക്കും. ഓക്കെ, ചെറിയൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. എക്സാമ്പിൾ ഇതാണ്. ഡ്യൂ ടു അഡ്വേഴ്സ് മാർക്കറ്റ് കണ്ടീഷൻസ് എ കമ്പനി ഈസ് എക്സ്പെക്റ്റഡ് ടു ഓപ്പറേറ്റ് അറ്റ് 30% ഓഫ് ഇറ്റ്സ് കപ്പാസിറ്റി ഇൻ ഫോർത്ത് കമ്മിങ് ഇയർ. അതായത് മാർക്കറ്റിൽ അൺഫേവറബിൾ സിറ്റുവേഷൻ കാരണം കമ്പനി ഇനി അതിൻ്റെ ടോട്ടൽ കപ്പാസിറ്റിയുടെ 30% മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. കാരണം മുഴുവനായിട്ട് ഉപയോഗിക്കുന്നില്ല, അത്രയും ഉപയോഗിക്കാനുള്ളൊരു കപ്പാസിറ്റി ഇപ്പോൾ കമ്പനിക്കില്ല. അതുകൊണ്ട് അവർ 30% ഉപയോഗിക്കുന്നുള്ളൂ ടോട്ടൽ കപ്പാസിറ്റിയുടെ. ഇറ്റ്സ് ഫുൾ കപ്പാസിറ്റി ഈസ് 10,000 യൂണിറ്റ്. 10,000 യൂണിറ്റാണ് ഈ കമ്പനിയുടെ ടോട്ടൽ കപ്പാസിറ്റി. അതിൻ്റെ 30% ഉപയോഗിക്കുന്നുള്ളൂ. അപ്പം 10,000 ആകുമ്പോൾ 3,000 യൂണിറ്റ് ഇനി കമ്പനി ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ എന്നർത്ഥം. സെല്ലിംഗ് പ്രൈസ് എത്രയാണ്, 25 പെർ യൂണിറ്റ്. വേരിയബിൾ കോസ്റ്റ് 18. ദ പ്രസൻറ്റ് ഫിക്സ്ഡ് കോസ്റ്റ് ഓഫ് ദ ഫേം ഈസ് 60,000. ദെൻ ഇഫ് ദ ഫേം ഷട്ട് ഡൗൺ ഇറ്റ്സ് ഓപ്പറേഷൻ ദർ വിൽ ബി എ സേവിങ് ഓഫ് ₹35,000 ഇൻ ഫിക്സ്ഡ് കോസ്റ്റ്. അപ്പോൾ എന്താ, ഇപ്പോൾ 60,000 ആണ് കോസ്റ്റ്. ഇനി നമ്മൾ പ്രൊഡക്ഷനും there will be a
ഇഫ് ദ ഫേം ഷട്ട് ഡൗൺ ഇറ്റ്സ് ഓപ്പറേഷൻ. ഓപ്പറേഷന് ഷട്ട് ഡൗൺ ചെയ്യുകയാണെങ്കിൽ അവിടെ കോസ്റ്റ് 35,000 കുറക്കാൻ സാധിക്കും. 35,000 കുറച്ചാൽ ബാക്കി 25,000 പിന്നെ ഫിക്സ്ഡ് കോസ്റ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ പ്രൊഡക്ഷൻ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ 60,000 ഉണ്ട് എന്നർത്ഥം. 30% നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നത്. അതായത് 10,000 കപ്പാസിറ്റി ഉള്ള കമ്പനി 3,000 കപ്പാസിറ്റിയെ പ്രൊഡ്യൂസ് ചെയ്യുകയുള്ളൂ. ഓക്കെ, അപ്പോൾ 60,000 രൂപ അവർക്ക് ഫിക്സ്ഡ് കോസ്റ്റ് തന്നെ വരികയും ചെയ്യും. ദെൻ in fixed, and at the same time the firm has to incur additional expense of 7,000 for reopening. ഇനിയിപ്പോൾ നമ്മൾ പൂട്ടുകയാണെങ്കിൽ 35,000 നമുക്ക് സേവ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ തുറക്കുന്ന സമയത്ത് 7,000 രൂപ എന്ത് വരുന്നുണ്ട്, റീഓപ്പണിങ്ങിൻ്റെ കോസ്റ്റും വരുന്നുണ്ട്. അപ്പോൾ 35,000 മൊത്തം നമുക്ക് സേവ് ചെയ്യാൻ കഴിയില്ല എന്നർത്ഥം. 35,000 28,000 രൂപ നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ദെൻ ഇറ്റ്സ് ഓപ്പൺ. കാൽക്കുലേറ്റ് ദ ഷട്ട് ഡൗൺ പോയിന്റ്. ഷട്ട് ഡൗൺ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അഡ്വൈസ് ദ കമ്പനി ആസ് ടു വെദർ ഇറ്റ് ഷുഡ് കണ്ടിന്യൂ ഓർ ഷട്ട് ഡൗൺ ഇറ്റ്സ് ഓപ്പറേഷൻ. കമ്പനി അതിൻ്റെ ഓപ്പറേഷൻ തുടരണോ അല്ലെങ്കിൽ നിർത്തിവെക്കണോ എന്ന് സജസ്റ്റ് ചെയ്യാനും നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ആൻസർ ചെയ്യാം. അതെന്ത് ചെയ്യുക, നമ്മൾ ആ ഇക്വേഷൻ എടുത്ത് ചെയ്താൽ ഷട്ട് ഡൗൺ പോയിന്റ് യൂണിറ്റിൽ നെറ്റ് അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ്. അതിൽ നെറ്റ് അൺഅവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് നമുക്ക് ആദ്യം കാണാൻ കഴിയും. അതായത് 60,000 നിന്ന് 30,000 അവോയ്ഡബിൾ ആയിട്ട് കുറച്ചാൽ ബാക്കിയുള്ള എന്തായിരിക്കും, അൺഅവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് ആയിരിക്കും. അതാണ് 25,000 രൂപ. ദെൻ നെറ്റ് അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് കാണണമെങ്കിൽ നമ്മുടെ 60,000 നിന്ന് ഇപ്പോഴത്തെ 25,000 പിന്നെ റീഓപ്പണിങ്ങിലുള്ളൊരു 7,000 കുറക്കുക. അപ്പോൾ 28,000 എന്തായിട്ട് കിട്ടും, നെറ്റ് അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. ദെൻ ഇനി നെറ്റ് അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി, കോൺട്രിബ്യൂഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. കോൺട്രിബ്യൂഷൻ ആണ് സെല്ലിംഗ് ബേസ് 25 നമ്മുടെ വേരിയബിൾ എക്സ്പെൻസസ് 18 അപ്പം സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ് കോൺട്രിബ്യൂഷൻ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കോൺട്രിബ്യൂഷനും കിട്ടും. 28,000 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4,000 യൂണിറ്റുകളാണ് ബ്രേക്ക് ഇവൺ ഷട്ട് ഡൗൺ പോയിന്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി എന്ത് ചെയ്യുക, ഇനി ഈ മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ കിട്ടിയിട്ടുള്ള ഈ ഒരു യൂണിറ്റ് വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്തു നോക്കാം. അതായത് മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ എക്സ്പെക്റ്റഡ് ലെവൽ ഓഫ് ഓപ്പറേഷൻ ഇനി അടുത്ത വർഷം 30% ഉപയോഗിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞില്ലേ. ആ 30% കപ്പാസിറ്റി 10,000 30% എന്ന് പറഞ്ഞാൽ 3,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിലും, അതുപോലെ നമ്മുടെ ഈ ഒരു ബ്രേക്ക് ഇവൺ ഷട്ട് ഡൗൺ പോയിന്റിൽ 4,000 യൂണിറ്റാണ് നമുക്ക് കിട്ടിയത്. അത്ര ഉപയോഗിക്കുകയാണെങ്കിലും ഉള്ള പ്രോഫിറ്റബിലിറ്റി രണ്ടും ചുവടെ നൽകുന്നുണ്ട്. അതാണ് ആൻസർ. അതിൽ സെയിൽസ് എത്രയാണ്, 75,000ഉം 4,000 യൂണിറ്റ് ആണെങ്കിൽ 1,00,000 കാരണം സെയിൽസിൻ്റെ എമൗണ്ട് നമുക്ക് നോക്കിയാൽ മതി. പെർ യൂണിറ്റ് എത്രയാണ് സെയിൽസ്. അതുപോലെ 3,000 യൂണിറ്റും 3,000 ഇൻറ്റു സെയിൽസിൻ്റെ എമൗണ്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 75 കിട്ടും. അതുപോലെ 4,000 ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് ചെയ്താലും കിട്ടും. ദെൻ ലെസ് വേരിയബിൾ കോസ്റ്റ് 18 പെർ യൂണിറ്റിന് വെച്ചിട്ട് വേരിയബിൾ കോസ്റ്റ് 3,000-ൻ്റെയും 4,000-ൻ്റെയും ചെയ്യുക. അങ്ങനെ സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, കോൺട്രിബ്യൂഷൻ ലഭിക്കും. കോൺട്രിബ്യൂഷനിൽ നിന്ന് പ്രസൻറ്റ് ഫിക്സ്ഡ് കോസ്റ്റ് 3,000 യൂണിറ്റ് വിൽക്കുകയാണെങ്കിൽ നമുക്ക് എത്ര, പ്രസൻറ്റ് ഫിക്സ്ഡ് കോസ്റ്റ് 60,000 ആണ്. ദെൻ ഷട്ട് ഡൗൺ ഫിക്സ്ഡ് കോസ്റ്റോ, ഷട്ട് ഡൗൺ ചെയ്യുകയാണെങ്കിലുള്ള ഫിക്സ്ഡ് കോസ്റ്റ് എത്രയാണ്, 32,000 അവിടെ നമ്മൾ കാണിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ശരിക്കും നമ്മുടെ ഷട്ട് ഡൗൺ പോയിൻ്റ് എത്രയാണ്, 4,000 യൂണിറ്റാണ്. മനസ്സിലാക്കണേ, 4,000 യൂണിറ്റ് ഷട്ട് ഡൗൺ പോയിൻ്റാണ്. 4,000 വരെ നമുക്ക് പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് വലിയൊരു നഷ്ടമൊന്നും ഉണ്ടാവില്ല, എങ്കിലും നഷ്ടമുണ്ട് എന്നുള്ള നിലക്ക് നമുക്ക് എത്താം. പക്ഷേ ഇവിടെ നമ്മൾ ഈ കമ്പനി തീരുമാനിച്ചത് 30% പ്രൊഡ്യൂസ് ചെയ്യാമെന്നാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഒരു നമുക്ക് ഈ അനാലിസിസ് നടത്തുന്ന സമയത്ത് മനസ്സിലാക്കാൻ 4,000 യൂണിറ്റ് തന്നെ നമുക്ക് ഷട്ട് ഡൗൺ പോയിൻ്റ്. പിന്നെ അതിൻ്റെയും താഴെയാണ് ഈ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിലാറല്ല കമ്പനിക്ക് പൂട്ടി പോകുന്നതായിരിക്കും. അതിൻ്റെ പ്രോഫിറ്റ് നോക്കിയാൽ മതി. ഇവിടെ എത്രയാണ്, ലോസാണ്. 3,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ 39,000 ലോസ് വരുന്നുണ്ട്. ഇനി 4,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ വരുന്നുണ്ട് 4,000 എന്ത് ലോസ്. അപ്പോൾ മനസ്സിലാക്കി വെക്കുക, ഷട്ട് ഡൗൺ പോയിൻ്റ് 4,000 യൂണിറ്റാണ്. 4,000 യൂണിറ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ കമ്പനി നിർത്തി പോകുന്നത് നല്ലത്. എങ്കിൽ തന്നെ അവർക്ക് 4,000 യൂണിറ്റ് അവിടെ ലോസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ താഴെ ഒരു അഡ്വൈസ് നൽകുക, ദ ഫേം ഈസ് ഓപ്പറേറ്റിംഗ് ബിലോ ദ ഷട്ട് ഡൗൺ പോയിൻ്റ്. ഷട്ട് ഡൗൺ പോയിൻറ്റിന് താഴെയാണ് ഫേം ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇഫ് ഇറ്റ് ഈസ് ഷട്ട് ഡൗൺ ഇറ്റ്സ് ഓപ്പറേഷൻ ഇറ്റ് ക്യാൻ അവോയ്ഡ് എ ലോസ് ഓഫ് 35,000, അതായത് 39,000 ലോസ് ഉണ്ടാവും. എങ്ങനെ, 3,000 യൂണിറ്റ് അവർ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ.
അപ്പോൾ അവർ 3000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാതെ അതിൻ്റെ മുമ്പ് തന്നെ നിർത്തുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക 4000 നഷ്ടം ഉണ്ടാവുള്ളൂ. അങ്ങനെ 39,000 4000 കുറച്ച് 35,000 രൂപ അവർക്ക് എന്ത് ചെയ്യുക ഒഴിവാക്കുക, അവരുടെ നഷ്ടത്തിൽ നിന്ന് സേവ് ചെയ്യുക എന്നാണ് അർത്ഥം. അപ്പോൾ ഇതാണ് മേക്ക് ഓർ ബൈ ഡിസിഷന് ഷട്ട് ഡൗൺ ഡിസിഷന്, പൂട്ടി പോകുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഇനി ഈ ഒരു മാർജിനൽ കോസ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എടുക്കാൻ കഴിയുന്ന മറ്റൊരു തീരുമാനമാണ് അക്സെപ്റ്റിംഗ് ബൾക്ക് ഓർഡേഴ്സ്, അഡീഷണൽ ഓർഡർ ഓർ എക്സ്പോർട്ടിംഗ് ഓർഡർ ആൻഡ് എക്സ്പോർട്ടിംഗ് ന്യൂ മാർക്കറ്റ്. അതായത് നമ്മുടെ കമ്പനി ഇപ്പോൾ ഇങ്ങനെ പ്രൊഡക്ഷനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക, അപ്പോൾ ഒരു ബൾക്ക് ഓർഡർ നമുക്ക് ലഭിക്കുന്ന സമയത്ത് അത് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ, നമ്മളിപ്പോൾ ഉള്ള ഈ ഒരു പ്രൊഡക്ഷനായിട്ട് മുന്നോട്ട് പോയാൽ മതിയോ എന്നുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതാണ് അക്സെപ്റ്റിംഗ് ബൾക്ക് ഓർഡേഴ്സ് ഓർ അഡീഷണൽ ഓർഡർ. എക്സ്ട്രാ ഓർഡർ കിട്ടുന്ന സമയത്ത് എടുക്കുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ സാധാരണ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി വിൽക്കുന്ന ആളാണ്. സാധാരണ ഒരു 10,000 യൂണിറ്റ് നിങ്ങൾ എല്ലാ മാസവും ഉണ്ടാക്കിയിട്ട് വിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് അടുത്ത മാസം എനിക്കൊരു എക്സ്ട്രാ 10,000 യൂണിറ്റ് കൂടി ഉണ്ടാക്കി തരുമെന്ന് ചോദിക്കും. അപ്പോൾ ബൾക്ക് ഓർഡർ ആണല്ലേ, കൂടുതൽ ബൾക്ക് ഓർഡർ. ആ സമയത്ത് നമ്മൾ സമ്മതിക്കും. പക്ഷേ ഒന്ന് മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ഒരാൾ ഒറ്റയടിക്ക് ഇങ്ങനെ കൂടുതൽ ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ വിൽക്കുന്ന വിലയിലേക്കല്ല വിൽക്കുക, അതിലേറെ കുറഞ്ഞ വിലക്കൊരു ഹോൾസെയിൽ വിലക്ക് അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക, നമുക്ക് ഇങ്ങനെ ഹോൾസെയിൽ വിലയിൽ വിൽക്കുമ്പോൾ നമുക്ക് നഷ്ടമോ ലാഭമോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ബൾക്ക് ഓർഡർ അക്സെപ്റ്റ് ചെയ്യുന്നതും റിജക്റ്റ് ചെയ്യുന്നതും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചുവടെ നൽകിയത്. സം ടൈം എ കമ്പനി മേ അക്സെപ്റ്റ് ബൾക്ക് ഓർഡേഴ്സ്, additional orders and order from foreign or new market with a view to utilize the idle capacity or to explore new market. ശ്രദ്ധിക്കണം, എന്ത് വിത്ത് എ വ്യൂ ടു യൂട്ടിലൈസ് ദ ഐഡിൽ കപ്പാസിറ്റി. കമ്പനിയിൽ ഉപയോഗിക്കാതിരിക്കുന്ന കുറേ കപ്പാസിറ്റി ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ കമ്പനിക്ക് ഒരു 10,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സാധാരണഗതിയിൽ നമ്മൾ 5,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ, ബാക്കി 5,000 കൂടി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ആ സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ബൾക്ക് ഓർഡർ കിട്ടുകയാണെങ്കിൽ എന്തായാലും നമുക്ക് സ്വീകരിക്കാം. കാരണം എന്താ, ഈ ഫിക്സ്ഡ് കോസ്റ്റൊക്കെ അവിടെ എന്തായാലും ഉണ്ട്. 10,000 യൂണിറ്റ് വരെ ഉപയോഗിക്കാനുള്ള കോസ്റ്റുകൾ നമുക്ക് അവിടെ എന്തായാലും വരുന്നുണ്ട്. പിന്നെ മാർജിനൽ കോസ്റ്റ്, അതായത് വേരിയബിൾ കോസ്റ്റിൽ മാത്രമേ ചേഞ്ചസ് വരികയുള്ളൂ. അതാണ് അവിടെ പറയുന്നത് വിത്ത് എ വ്യൂ ടു യൂട്ടിലൈസ് ദ ഐഡിൽ കപ്പാസിറ്റി. നമ്മൾ ഉപയോഗിക്കാതെ കിടക്കുന്ന കപ്പാസിറ്റിക്ക് ഉപയോഗിക്കുക എന്നുള്ളൊരു ലക്ഷ്യമുണ്ട്. ദെൻ ടു എക്സ്പ്ലോർ ന്യൂ മാർക്കറ്റ്, പുതിയ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാനും നമുക്ക് ബൾക്ക് ഓർഡർ അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. ദെൻ സച്ച് ഓർഡേഴ്സ് ആർ റിസീവ്ഡ് യൂഷ്വലി അറ്റ് എ പ്രൈസ് ബിലോ ദ മാർക്കറ്റ് പ്രൈസ്. അത്തരത്തിൽ ഓർഡർ ലഭിക്കുക സാധാരണഗതിയിൽ ബിലോ ദ മാർക്കറ്റ് പ്രൈസ് ആണ്. സാധാരണ നമ്മൾ വിൽക്കുന്ന മാർക്കറ്റ് പ്രൈസിനേക്കാൾ കുറഞ്ഞ സെല്ലിംഗ് പ്രൈസ് നമുക്ക് അതിൽ നിന്ന് ഈടാക്കാൻ സാധിക്കുകയുള്ളൂ. ഹെൻസ് എ ഡിസിഷൻ ഈസ് ടു ബി ടേക്കൺ ടു അക്സെപ്റ്റ് ഓർ റിജക്റ്റ് ദ ഓർഡർ. ആ കുറഞ്ഞ മാർക്കറ്റ് പ്രൈസിനേക്കാൾ കുറഞ്ഞത് എമൗണ്ട് കിട്ടുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചൊരു അനാലിസിസ് നടത്തിയിരിക്കണം എന്നർത്ഥം. സ്വീകരിക്കണമോ അക്സെപ്റ്റ് ചെയ്യണോ എന്നുള്ളത് തീരുമാനം നമുക്ക് കൈക്കൊള്ളണം. ഇഫ് ദ പ്രൈസ് ഈസ് അബവ് ദ മാർജിനൽ കോസ്റ്റ്, മാർജിനൽ കോസ്റ്റിനേക്കാൾ കൂടുതലാണ് പ്രൈസ് വരുന്നതെങ്കിൽ ദ ഓർഡർ ക്യാൻ ബി അക്സെപ്റ്റഡ് ബിക്കോസ് ഫിക്സ്ഡ് കോസ്റ്റ് ഹാവ് ടു ബി ഇൻക്വേർഡ് ഈവൻ അതർവൈസ്. എന്തായാലും ഫിക്സ്ഡ് കോസ്റ്റ് ഇവിടെ ഉണ്ടാവുമല്ലോ, നമ്മൾ ആ കപ്പാസിറ്റി ഉപയോഗിച്ചാലും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റ് സെയിം ആയിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇനി മാർജിനൽ കോസ്റ്റിലുള്ള ഡിഫറൻസ് മാത്രമേ നോക്കേണ്ട ആവശ്യമുള്ളൂ. മാർജിനൽ കോസ്റ്റിനേക്കാൾ കൂടുതൽ നമുക്ക് ബൾക്ക് ഓർഡറിൽ നിന്നുള്ള പ്രോഫിറ്റ് ഉണ്ടാവും എന്നുണ്ടെങ്കിൽ ഒന്നും ചിന്തിക്കാനുള്ള, ബൾക്ക് ഓർഡർ അക്സെപ്റ്റ് ചെയ്യുക. ഇനി എനി കോൺട്രിബ്യൂഷൻ റിസൾട്ടിങ് ഫ്രം ദ അഡീഷണൽ സെയിൽസ് വുഡ് മീൻ ആൻ അഡീഷണൽ പ്രോഫിറ്റ്. ഈ സെയിൽസിൽ നിന്ന് കിട്ടുന്ന എന്ത് പ്രോഫിറ്റ് ആണെങ്കിലും, ഇനി 1 രൂപയാണ് പ്രോഫിറ്റ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അഡീഷണൽ പ്രോഫിറ്റ് തന്നെയാണ്. കാരണം എന്താ, ഫിക്സ്ഡ് കോസ്റ്റ് പിന്നെ അതിൽ നിന്ന് കുറയ്ക്കേണ്ട ആവശ്യമില്ല. ഫിക്സ്ഡ് കോസ്റ്റ് ഓൾറെഡി നമുക്ക് ഈ ഒരു ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ സമയത്ത് ഒരു 10,000 യൂണിറ്റ് കപ്പാസിറ്റി ഉള്ള കമ്പനി 5,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിലും അതേ സെയിം ആയിട്ടുള്ള ഫിക്സ്ഡ് കോസ്റ്റുകൾ അവിടെ വരുന്നുണ്ട്. ഇവർ 10,000 യൂണിറ്റ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിലും ഈ ഫിക്സ്ഡ് കോസ്റ്റ് തന്നെ വരുന്നുള്ളൂ. അപ്പോൾ ഓൾറെഡി ചാർജ് ചെയ്ത ഫിക്സ്ഡ് കോസ്റ്റാണ്. ഇനി അതിലേക്ക് ഫിക്സ്ഡ് കോസ്റ്റ് നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് മാർജിനൽ കോസ്റ്റിൽ എത്രയാണോ ഇനി നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്, ആ പ്രോഫിറ്റ് എല്ലാം നമ്മുടെ പ്രോഫിറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് പ്രോഫിറ്റ് കിട്ടിയാലും അധികമായിട്ട് കിട്ടിയാലും അത് അക്സെപ്റ്റ് ചെയ്യാം, ബൾക്ക് ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം എന്നാണ് ഇവിടെ പറയുന്നത്. ഒരു എക്സാമ്പിൾ സഹിതം നമുക്കത് വിശദീകരിക്കാം. ദ ഹിമാലയ സ്നോ കമ്പനി മാനുഫാക്ചേഴ്സ് ആൻഡ് സെൽ ഡയറക്റ്റ് ടു കൺസ്യൂമേഴ്സ് 10,000 ജാർസ് ഓഫ് ഹിമാലയ സ്നോ. ഹിമാലയ സ്നോയുടെ 10,000 ജാറ് ഇവർ ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്നുണ്ട് പെർ മന്ത് അറ്റ് ₹12.50 പെർ ജാറ്. 12.50 അവരുടെ ഓരോ ജാറിൻ്റെ വില. അങ്ങനെ 10,000 യൂണിറ്റ് അവർ വിൽപ്പന നടത്തുന്നുണ്ട് മാസത്തിൽ. ദ കമ്പനി നോർമൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഈസ് 20,000. അവരുടെ നോർമൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി 20,000 ആണ്. അവർ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നത് 10,000 ആണെന്നർത്ഥം. കപ്പാസിറ്റി എത്ര ഉണ്ട്, 20 ഉണ്ട്. ദെൻ ആൻ അനാലിസിസ് ഓഫ് കോസ്റ്റ് ഫോർ
10,000 ജാർസ് സ്നോ ഷോസ്. താഴെ നൽകിയിട്ടുള്ളത് അവരുടെ 10,000 ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉള്ളൊരു അനാലിസിസ് ആണ്. ഡയറക്റ്റ് മെറ്റീരിയലിന് അപ്പോൾ എത്ര വരും? 10,000 വരും. ഡയറക്റ്റ് ലേബറിന് 24,750 വരും. പവറിന് 1,400 വരുന്നത്. ഇതൊക്കെ 10,000 യൂണിറ്റിനുള്ളതാണ് കേട്ടോ. നോർമൽ കപ്പാസിറ്റി അവർ ഉപയോഗിച്ച് വിൽക്കുമ്പോൾ അവർക്ക് വരുന്ന എമൗണ്ടുകളാണ്. മിസലേനിയസ് സപ്ലൈസ് 4,300 വരുന്നുണ്ട്. ജാറിന് 6,000 വരുന്നുണ്ട്. ഫിക്സ്ഡ് എക്സ്പെൻസ് ഓഫ് മാനുഫാക്ചർ 79,550 79,550. ടോട്ടൽ 1,26,000 അവരുടെ കോസ്റ്റായിട്ട് വരുന്നത്. ദെൻ നമ്മളോട് പറയുന്നത് കമ്പനി ഹാസ് റിസീവ്ഡ് ആൻ ഓഫർ ഫോർ ദ എക്സ്പോർട്ട് അണ്ടർ എ ഡിഫറെൻറ്റ് ബ്രാൻഡ് നെയിം ഓഫ് 1,20,000 ജാർ ഓഫ് നോ അറ്റ് 10 പെർ മന്ത്. നമുക്ക് എന്താ വെച്ചാൽ 10,000 ജാറിനും കൂടി ഓർഡർ കിട്ടണം ഒരു മാസത്തിൽ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ₹7.50 അവരതിന് തരികയുള്ളൂ. നമ്മൾ സാധാരണ വിൽക്കുന്നത് 12.50 ഇപ്പോൾ ഒരു 10,000 കൂടി എക്സ്ട്രാ നമ്മളോട് അവർ ഓർഡർ തന്നപ്പോൾ അവർ തന്നെ നമ്മളോട് പറഞ്ഞു ₹7.50 തരികയാണെങ്കിൽ നമുക്കൊരു 10,000 കൂടി വേണമെന്ന് നമ്മളോട് പറഞ്ഞു. നമ്മളത് സ്വീകരിക്കില്ല എന്നുള്ളതാണ്. റൈറ്റ് എ ഷോർട്ട് റിപ്പോർട്ട് ഓൺ ദ അഡ്വൈസബിലിറ്റി ഓർ അതർവൈസ് ഓർ അക്സെപ്റ്റിംഗ് ദ ഓഫർ. ഇത് അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ളൊരു ചെറിയൊരു അഡ്വൈസ് റിപ്പോർട്ട് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സാധാരണ പോലെ തന്നെ മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുക, എത്ര കോസ്റ്റ് ആണെന്നൊക്കെ നോക്കുക. അപ്പോൾ ആദ്യം 2 കപ്പാസിറ്റിയും, ഒന്ന് നമ്മൾ 10,000 ഇപ്പോൾ നിർമ്മിക്കുന്ന കപ്പാസിറ്റി, മറ്റൊന്ന് ഇപ്പോൾ നമ്മൾ എക്സ്ട്രാ 10,000 കൂടി ഉൽപ്പാദിപ്പിക്കുകയാണ്. 20,000 കപ്പാസിറ്റി ഉപയോഗിക്കുമ്പോഴുള്ള എമൗണ്ടാണ് രണ്ടും നൽകിയിട്ടുള്ളത്. ഫസ്റ്റ് സെയിൽസ് നമുക്ക് 1,25,000, അതായത് നമ്മുടെ കപ്പാസിറ്റിയും സെയിൽസിൻ്റെ എമൗണ്ടും 10,000 × 12.50, 10,000 യൂണിറ്റ് × 12.50 ആദ്യത്തെ സെയിൽസ്. ദെൻ 10,000 യൂണിറ്റ് രണ്ടാമത്തത്. ഇപ്പോഴത്തെ 10,000 ഇനി നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നൊരു 10,000 ഉണ്ടാവും യൂണിറ്റും. അങ്ങനെ എക്സ്പോർട്ട് ചെയ്യാനുള്ള 10,000, അങ്ങനെ 20,000 യൂണിറ്റാണ് ഇനി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് എത്ര രൂപയാണ് കിട്ടുക? ആദ്യത്തെ 10,000-ന് 12.50, പിന്നത്തേന് 7.50. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് 12.50ഉം 7.50, അപ്പം 13ഉം 7 20 രൂപയാണ് പെർ യൂണിറ്റ് വരിക. 20 × 10,000, അപ്പോൾ 2 ലക്ഷം നമുക്ക് അവിടെയും കിട്ടും. ഓക്കെ. ദെൻ വേരിയബിൾ കോസ്റ്റ് ജസ്റ്റ് ഡയറക്റ്റ് മെറ്റീരിയൽ 10,000 ആയിരുന്നു. ഇതിനൊക്കെ ജസ്റ്റ് എക്സ്ട്രാ ആവും. കാരണം എന്താ, 10,000 യൂണിറ്റ് ഉപയോഗിച്ചത് ഇനിയിപ്പോൾ 20,000 യൂണിറ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ജസ്റ്റ് വേരിയബിൾ കോസ്റ്റ് എല്ലാം അതിൻ്റെ 2 മടങ്ങാവും. 10,000 20,000 ആയി. 24,850 ഡയറക്റ്റ് ലേബർ എത്രയായി? 49,500 പവർ 1,400 2,800 ആവും. മിസലേനിയസ് സപ്ലൈസ് 4,300 8,600 ആവും. ദെൻ ജാറ് 6,000 12,000 ജസ്റ്റ് അതിൻ്റെ ഡബിൾ ആവും. ഓക്കെ. ആ എമൗണ്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ 46,450 92,900 കിട്ടും, 900 കിട്ടും. ദെൻ കോൺട്രിബ്യൂഷൻ സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചപ്പോൾ 78,550 നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ പ്രസൻറ്റ് നമുക്ക് കിട്ടുന്ന കോൺട്രിബ്യൂഷനാണ്. ഇനി നമ്മൾ എക്സ്ട്രാ ഉള്ള ഒരു 10,000 കൂടി സ്വീകരിക്കുകയാണെങ്കിൽ നമ്മുടെ കോൺട്രിബ്യൂഷൻ എത്രയാവും? 1,07,100 ആവും. ദെൻ അതിൽ നിന്ന് ഫിക്സ്ഡ് എക്സ്പെൻസ് ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് 10,000 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ 20,000 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിലും ഫിക്സ്ഡ് എക്സ്പെൻസ് എത്ര തന്നെയാണ്? 79,550 തന്നെയാണ്. അത് രണ്ടിൽ നിന്നും കുറയ്ക്കുക. അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ 10,000 ജാറുകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ആ സമയത്ത് നമുക്ക് എന്താണ്? പ്രോഫിറ്റ് അല്ല, നമുക്ക് ലോസാണ്. എത്ര? 1,000 രൂപ ലോസാണ്. ഇനി നമ്മൾ ഈ എക്സ്ട്രാ ആയിട്ടുള്ള കപ്പാസിറ്റിയൊക്കെ ഉപയോഗിച്ച് 10,000 യൂണിറ്റ് അവർക്ക് പറഞ്ഞത് പ്രകാരം ₹7.50 തന്നെ വിൽക്കുകയാണെങ്കിൽ 12.50 ₹7.50 നമ്മൾ എക്സ്ട്രാ 10,000 യൂണിറ്റ് വിൽക്കുന്നത്. അങ്ങനെ ചെയ്താലും നമുക്ക് എന്ത് തന്നെയാണ്? പ്രോഫിറ്റ് തന്നെയാണ്. കാരണം എന്താ, ഫിക്സ്ഡ് എക്സ്പെൻസ് അത് തന്നെ നമുക്ക് വരുന്നുള്ളൂ, അതിലേറെ എക്സ്പെൻസ് പിന്നെ വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ 27,550 രൂപ നമുക്ക് പ്രോഫിറ്റ് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ എന്താണ് ഇവിടെ അക്സെപ്റ്റോ ചെയ്യണോ വേണ്ടേ? പുതിയ ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം നമുക്ക്. കാരണം എന്താ, പുതിയ ഓർഡർ നമ്മൾ ഇനി വില കുറച്ചിട്ടാണ് വിൽക്കുന്നതെങ്കിൽ പോലും നമുക്ക് അവിടെ പ്രോഫിറ്റാണ് കിട്ടുന്നത്. കാരണം എന്താ, നമ്മുടെ ആ ഒരു ടോട്ടൽ കപ്പാസിറ്റി നമ്മൾ ഉപയോഗിച്ചിരുന്നില്ല, അത് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ ഫിക്സ്ഡ് എക്സ്പെൻസ് ഓൾറെഡി എക്സ്പെൻഡ് ചെയ്തതാണ്. അത് ഇനി നമുക്ക് അവിടെ ആവശ്യമായിട്ട് വരുന്നില്ല. കാരണം എന്താ, ഒരു പ്രാവശ്യം ഫിക്സ്ഡ് എക്സ്പെൻസ് കൊടുത്തു. ഈ ഒരു 20,000 കപ്പാസിറ്റി നമുക്ക് ഉണ്ട്, പക്ഷേ നമ്മൾ അതിൻ്റെ പകുതിയെ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് മുഴുവനായിട്ട് ഉപയോഗിച്ചപ്പോൾ നമുക്ക് എന്തായി? പ്രോഫിറ്റായി എന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കൊരു റിപ്പോർട്ട് കൊടുക്കുക. ദ ഓഫർ ഫോർ എക്സ്പോർട്ട് ഓഫ് 10,000 jar at 7.50 should be accepted because it will convert the loss of 1,000 into profit of 27,550.
₹1000 നഷ്ടമുള്ളിടത്തു നിന്ന് നമ്മളത് 25,550 രൂപ പ്രോഫിറ്റ് ആക്കി മാറ്റാൻ നമ്മളത് സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഈ ഒരു അഡീഷൻ ഓർഡർ സ്വീകരിക്കണോ വേണ്ടേ എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു 5th ചാപ്റ്ററിൽ, അതായത് മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് CVP അനാലിസിസിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പോൾ ഒരു ഡിസിഷൻ മേക്കിങ്ങും അതുപോലെ മാർജിനൽ കോസ്റ്റിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയപ്പെട്ട 6 കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ പഠിക്കുക. എക്സാമിന് എന്തായാലും ഒരു പ്രോബ്ലം ഷുവറാണ്. ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്ററും ഈ ഒരു വർഷത്തെ സെമസ്റ്ററും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത സെമസ്റ്ററിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം.